സാധിച്ചിട്ടില്ല. വളാഞ്ചേരി പഞ്ചായത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നും എന്നാൽ തീരെ പരിഗണിക്കാതെ വൃത്തിഹീനമായി കിടന്നിരുന്നതുമായിരുന്നു വളാഞ്ചേരിയിലെ മത്സ്യ മാംസ മാർക്കറ്റ്. നിരവധി തൊഴിലാളികളും കച്ചവടക്കാരും ഉപഭോക്താക്കളുമായി തിരക്ക് പിടിച്ച ഈ മാർക്കറ്റിനെ തന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ആധുനികവൽക്കരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചത് ഒട്ടൊന്നുമല്ല ആശ്വാസകരമായത്. നല്ല മാർക്കറ്റാണ്, ആർക്കും വരാൻ പോവാം. ആദ്യം സ്ത്രീകൾക്കൊക്കെ വായ കൊത്തിച്ചിട്ട് വന്നാൽ പറ്റിയത്, ഇപ്പോൾ സുഖമായിട്ട് വന്നു പോവാം. മാർക്കറ്റ് വളരെ വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ പ്രസ്തുത മത്സ്യ മാംസ മാർക്കറ്റിന്റെ ഉദ്ഘാടനം 2008 ഓഗസ്റ്റ് 29 ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. ഗതാഗത രംഗത്തെ സുപ്രധാനമായ ഒരു കാൽവയ്പായിരുന്നു തൃശൂരിനും കോഴിക്കോടിനും ഇടയിൽ വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ച KSRTC സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഓഫീസ് ആരംഭിച്ചു. അവിടെ തന്നെ ടിക്കറ്റ് റിസർവ് ചെയ്യുവാനുള്ള സൗകര്യം, കൗണ്ടർ നമ്മൾ ഏർപ്പെടുത്തി. ഇതൊന്നും എല്ലാ മണ്ഡലത്തിലുമില്ല, എല്ലാ ജില്ലയിൽ പോലുമില്ല. മലപ്പുറം ജില്ലയിൽ 2 സ്ഥലത്താണ് ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനമുള്ളത്. ഒന്ന് മലപ്പുറത്തും, രണ്ടാമത്തേത് വളാഞ്ചേരിയിലും. വളാഞ്ചേരിയിൽ ഇതിനാവശ്യമായി വന്ന കമ്പ്യൂട്ടറും അതിൻ്റെ അക്സസറീസും ഞാൻ തന്നെ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ചു കൊടുക്കുകയായിരുന്നു KSRTCക്ക്. അതുകൊണ്ടാണ് KSRTC അതിൻ്റെ ഡിപ്പോകളിൽ പോലും തുടങ്ങുന്നതിന് മുൻപ് വളാഞ്ചേരിയിൽ റിസർവേഷൻ കൗണ്ടർ ആരംഭിക്കുവാനുണ്ടായിട്ടുള്ള കാരണം. MLA ശ്രീ KT ജലീലിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യാഥാർത്ഥ്യമാക്കിയ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഓഫീസിനോട് ചേർന്ന് തന്നെ നിർമ്മിച്ച KSRTC ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി ജോസ് തെറ്റയിൽ നിർവഹിച്ചു. എല്ലാ KSRTC ബസ്സുകൾക്കും വളാഞ്ചേരിയിൽ സ്റ്റോപ്പ് അനുവദിക്കുകയും ഇവിടെ നിന്ന് തന്നെ KSRTC ബസ്സുകളിൽ ഓൺലൈനായി ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. മാത്രമല്ല, വളാഞ്ചേരിയിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്കായി 10 അധിക സർവീസുകൾ അനുവദിപ്പിക്കുന്നതിനും MLAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗതാഗത രംഗത്തെ മറ്റൊരു കാൽവയ്പായിരുന്നു തിരുനാവായ എടക്കുളം റെയിൽവേ മേൽപ്പാലം. ഏറെ ദുഷ്കരമായ ഇതുവഴിയുള്ള റോഡ് ഗതാഗതത്തിന് ശാശ്വത പരിഹാരമായി നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ ശിലാസ്ഥാപനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് M. വിജയകുമാറിന്റെ അഭാവത്തിൽ മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. 2011 ഫെബ്രുവരി 20 തുടക്കം കുറിച്ച ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. ആ ഓവർ ബ്രിഡ്ജിന് ആവശ്യമായിട്ടുള്ള സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടിവരുന്ന തുക 2008 ബജറ്റിൽ ആദ്യമായിട്ട് ഉൾക്കൊള്ളിച്ചു. സ്ഥലം അക്വയർ ചെയ്ത് എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 21.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് തിരുനാവായ എടക്കുളം റെയിൽവേ മേൽപ്പാലം ടെൻഡർ ചെയ്തത്. അത് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ളൊരു കമ്പനിയാണ് ടെൻഡർ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രവൃത്തിയും ആരംഭിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുണ്ടായി. ഭാരതപ്പുഴയുടെ കുറുകെ കുറ്റിപ്പുറം പാലം, അതിൻ്റെ അപ്പുറത്ത് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അതിൻ്റെ ഇടയിലാണ് തിരുനാവായ തവനൂർ പാലം എന്നൊരു പുതിയ പ്രപ്പോസൽ നമ്മൾ സർക്കാരിന് കൊടുക്കുന്നത്. 29.5 കോടി രൂപ സർക്കാർ അതിനുവേണ്ടി അനുവദിച്ചു. അതിൻ്റെ സ്ഥലം അക്വിസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ആ സ്വപ്നവും നമുക്ക് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി സാധിക്കും. ടൂറിസം കണക്ടിവിറ്റി റോഡുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കുറ്റിപ്പുറം തിരുനാവായ റോഡ് റബ്ബറൈസ് ചെയ്യുന്നതിന് 6.5 കോടിയും വെട്ടിച്ചിറ കാടാമ്പുഴ റോഡിന് 2 കോടിയും അനുവദിച്ച് പണി തുടങ്ങി.
കൂടാതെ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകൾക്കായി വലിയൊരു തുക ചെലവഴിക്കുകയുണ്ടായി. PWD റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 7 കോടി രൂപ അനുവദിച്ചു. ഇവയുടെ എല്ലാം പണി മെയ് 25 മുമ്പ് പൂർത്തിയാക്കുമെന്ന് PWD അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. MLA സാറ് വന്നതിന് ശേഷം ടാർ വർക്ക് ചെയ്തെന്ന്, അതുപോലെ തന്നെ ഒരു 4-5 കൊല്ലം പഴക്കമായിട്ടുള്ള ഈ റോഡ് അതും തന്നെ ഇപ്പോൾ 2 കൊല്ലമായിട്ട് MLA സാഹിബ് വന്നുകൊണ്ടാണ് ടാർ വർക്ക് ചെയ്ത് തന്നത്. അതുവരെയും നടന്നു പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഈ റോഡും ഈ പരിസരവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ജലീൽ സാഹിബിനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ നിർണായകമായ മാമാങ്കത്തിന്റെ പല അവശേഷിപ്പുകളുടെയും അവകാശികളാണ് കുറ്റിപ്പുറം മണ്ഡലം. എന്നാൽ നൂറ്റാണ്ടുകളായി അനാഥമായി കിടക്കുകയായിരുന്നു ഇവയെല്ലാം. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പഴുക്കാമണ്ഡപം മാമാങ്കവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമർഹിക്കുന്നതാണ്. സാമൂതിരിയുടെ പരിക്കേറ്റ പ്രധാന പടയാളികളെ ചികിത്സിച്ചിരുന്ന രഹസ്യ കേന്ദ്രമായിരുന്നു മരുന്നറ. മാമാങ്കവുമായി ബന്ധപ്പെട്ട സാമൂതിരി തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നത് നിലപാട് തറയിലായിരുന്നു. കൊടയ്ക്കൽ ടൈൽ ഫാക്ടറിയോട് ചേർന്ന് കയ്യേറപ്പെട്ടും അനാഥമായും കിടന്നിരുന്ന നിലപാട് തറയും ഇനി മുതൽ സംരക്ഷിക്കപ്പെടുകയാണ്. മാമാങ്കവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും മൃതപ്രായരായവരെയും കൂട്ടത്തോടെ കൊണ്ടുവന്ന് മണിക്കിണറിലിട്ട് ആനയെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുകയായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. $88 ലക്ഷം രൂപ ചെലവഴിച്ച് സംരക്ഷിച്ച മാമാങ്ക സ്മാരകങ്ങളിൽ പ്രധാനമായ മറ്റൊന്ന് ചങ്ങമ്പള്ളി കളരിയാണ്. സാമൂതിരിയുടെ പടത്തലവന്മാരും പടയാളികളുമായ ചങ്ങമ്പള്ളി ഗുരുക്കന്മാർ ആയുധ പരിശീലനവും കളരി മർമ്മ ചികിത്സയും നടത്തിയിരുന്നത് ഇവിടെയായിരുന്നു. കയ്യേറപ്പെട്ടും അനാഥമായും കിടന്നിരുന്ന ഈ ചരിത്ര സത്യങ്ങളെ വരും തലമുറകൾക്കായി സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യം ചരിത്ര അധ്യാപകൻ കൂടിയായ MLA മറ്റാരും ബോധ്യപ്പെടുത്തേണ്ടി വന്നില്ല. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ പുരാവസ്തു വിഭാഗത്തിന് കീഴിൽ നടക്കുന്ന ഈ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം 2010 ഓഗസ്റ്റ് 30 ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ജോസ് ബേബി നിർവഹിച്ചു. അവഗണനയുടെ ഇന്നലകൾക്ക് അറുതി അറിയിച്ചുകൊണ്ട് 2011 ഫെബ്രുവരി 28 സംരക്ഷിത മാമാങ്ക സ്മാരകങ്ങൾ മന്ത്രി ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടി കേരളത്തിൽ സമർപ്പിച്ചു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണത്തിനെത്തുന്ന ക്ഷേത്രമാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടത്ര സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന തീർത്ഥാടകർക്ക് ആശ്വാസമായിട്ടാണ് 35 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടക സത്രം നിർമ്മിച്ചത്. ഇതോടൊപ്പം തന്നെ ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തർക്ക് സൗകര്യമൊരുക്കിക്കൊണ്ട് ബലിതർപ്പണക്കടവിൻ്റെ വീതി കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ടൂറിസം വകുപ്പിന് കീഴിൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് കൂടുതൽ സൗകര്യപ്രദമായ ബലിതർപ്പണ കടവിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. വിശേഷ ദിവസങ്ങളിൽ 10,000-കണക്കിന് ആൾക്കാരാണ് ബലിതർപ്പണത്തിനായി എത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ കടവിലാണ് ബലിതർപ്പണം നടന്നു വരുന്നത്. ഈ സ്ഥലം കൊണ്ട് ബലിതർപ്പണങ്ങൾക്ക് സൗകര്യം തികയാത്തതിനാൽ കുറ്റിപ്പുറം MLA ഡോക്ടർ ജലീൽ അവരുടെ പ്രത്യേക മുൻകൈയെടുത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗം പൂർണ്ണമായി സ്റ്റെപ്പുകൾ നിർമ്മിക്കാനുള്ളൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യ മുന്നോടിയായി നിള ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 25 മീറ്റർ നീളത്തിൽ 40 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച്
സ്റ്റെപ്പുകൾ നിർമ്മിക്കാനും ബാക്കിയുള്ള 60 മീറ്റർ സ്ഥലം ഉടൻ തന്നെ പദ്ധതി തയ്യാറാക്കി സ്റ്റെപ്പുകൾ നിർമ്മിക്കാനും MLA പ്രത്യേക താല്പര്യമെടുത്ത് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ 25 മീറ്റർ നീളത്തിലുള്ള സ്റ്റെപ്പുകളുടെ പ്രവൃത്തി ടെൻഡർ ചെയ്യലായ നടപടികൾ പൂർത്തീകരിക്കുകയും പണി ഉടൻ തുടങ്ങുകയും ചെയ്യുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. MLAയുടെ പ്രത്യേക താല്പര്യത്താലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കുറ്റിപ്പുറത്തിന് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. കുറ്റിപ്പുറം 2 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നിയോജക മണ്ഡലമാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിലേക്ക് ദർശനത്തിന് വേണ്ടി വന്നിരുന്ന 10,000-കണക്കിന് വരുന്ന വിശ്വാസികൾ, ഹൈന്ദവ മതവിശ്വാസികൾ, അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ 2 ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും ഞാൻ പ്രത്യേകം മുൻകൈ എടുത്തുകൊണ്ട് 30 ലക്ഷത്തിൽ പരം രൂപ ചെലവാക്കി 2 ക്ഷേത്രങ്ങളുടെ സമീപത്തും 2 തീർത്ഥാടന കേന്ദ്രങ്ങൾ പണിതു. മണ്ഡലത്തിലെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കുന്നതിനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച തീർത്ഥാടക സത്രം 2009 ഒക്ടോബർ 1 ദേവസ്വം മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ജനങ്ങൾക്ക് സമർപ്പിച്ചു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഇല്ലപ്പറമ്പ് കേരളത്തിലെ അറിയപ്പെടുന്ന ഭക്തകവിയാണ് അദ്ദേഹം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഇല്ലപ്പറമ്പ് പുനരുദ്ധരിച്ചു. അവിടെ മേൽപ്പത്തൂരിന് ഉചിതമായ ഒരു സാംസ്കാരിക സമുച്ചയം, സ്മാരക സമുച്ചയം പണിയാൻ വേണ്ടി ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ആ പ്രപ്പോസൽ അംഗീകരിപ്പിച്ചു. ഇങ്ങനെ നമ്മളുടെ നിയോജക മണ്ഡലത്തിൽ മറ്റു നിയോജക മണ്ഡലങ്ങളിൽ ഇല്ലാത്ത, മറ്റു പഞ്ചായത്തുകൾക്ക് അനുവദിക്കാത്ത ഒട്ടനവധി സംരംഭങ്ങൾ അനുവദിപ്പിച്ച് പ്രവൃത്തി ആരംഭിക്കുവാൻ വേണ്ടി സാധിച്ചു. വൈദ്യുത രംഗത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കടുങ്ങാത്തുകുണ്ടിൽ സ്ഥാപിച്ച ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് 2007 ഓഗസ്റ്റ് 30 വൈദ്യുതി മന്ത്രി ശ്രീ AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. കൂടാതെ തിരുനാവായയിൽ സ്ഥാപിച്ച 33 kV സബ്സ്റ്റേഷൻ 2008 ഓഗസ്റ്റ് 17 കമ്മീഷൻ ചെയ്തു. ഇതിന്റെ പ്രഖ്യാപനം വൈദ്യുതി മന്ത്രി ശ്രീ AK ബാലൻ നിർവഹിച്ചു. ആവശ്യക്കാർക്കെല്ലാം വൈദ്യുതി എത്തിക്കുന്നതിനും വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനുമായി മണ്ഡലത്തിൽ പല സ്ഥലത്തുമായി 50ഓളം ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചു. മണ്ഡലം സമ്പൂർണ്ണ വൈദ്യുതീകൃത മണ്ഡലമാക്കി എന്നതിനപ്പുറം പുതിയ അപേക്ഷകർക്ക് വൈദ്യുതി ലഭ്യമാക്കുന്നതിന് ആവശ്യമായ തുകയും നീക്കിവെച്ച് അത്ഭുതം സൃഷ്ടിക്കാൻ MLA ശ്രീ KT ജലീലിന് സാധിച്ചിട്ടുണ്ട്. കർഷകരെ അവഗണിച്ചുകൊണ്ടുള്ള വികസനം യഥാർത്ഥ വികസനമാവില്ല എന്നറിയാവുന്ന MLA പഞ്ചായത്തുകൾ തോറും കർഷകർക്കായി നാട്ടുകൂട്ടങ്ങളും പഞ്ചായത്തുകളെ ചേർത്ത് കുറ്റിപ്പുറം നിളാതീരത്ത് നാട്ടുകൂട്ട മഹാസംഗമവും നടത്തി. കാർഷിക സംസ്കാരം വ്യക്തമാക്കുന്ന നിരവധി പ്രദർശനങ്ങൾക്കും പ്രകടനങ്ങൾക്കുമൊപ്പം പഴയ തലമുറയിലെ അറിവുകൾ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാനും ഇതുവഴി സാധിച്ചു. കർഷകർക്ക് ആശയും ആവേശവുമായി മാറിയ നാട്ടുകൂട്ട മഹാസംഗമം കൃഷിമന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ കുറ്റിപ്പുറത്തെ നീളാതീരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ന്യായവില നൽകി സംഭരിച്ച മിതമായ വിലയ്ക്ക് വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഹോർട്ടികോർപ്പ് മലപ്പുറം ജില്ലയ്ക്ക് അനുവദിച്ച പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം പുത്തനത്താണിയിലേക്ക് കൊണ്ടുവരാൻ MLAക്ക് കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയ്ക്ക് അനുവദിച്ച ഹോർട്ടികോർപ്പിൻ്റെ പച്ചക്കറി വിതരണ സംഭരണ കേന്ദ്രം എൻ്റെ നിയോജക മണ്ഡലത്തിലെ പുത്തനത്താണിയിലാണ് തുടങ്ങിയത്. ഈ ജില്ലാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും 2009 ഒക്ടോബർ 9 പുത്തനത്താണിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി നിർവഹിച്ചു. ജില്ലയ്ക്കാകമാനം അഭിമാനാർഹമായിരുന്നു ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ. വർഷങ്ങളായി കോട്ടയ്ക്കലിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലാ ആയുർവേദ ആശുപത്രി വളവന്നൂരിലേക്ക് മാറ്റി. ഒരൊറ്റ ഡോക്ടറുടെ തസ്തിക പോലും ഇല്ലാതിരുന്ന ഈ ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് അവശ്യ സ്റ്റാഫുകളെയും നിയമിച്ചത് MLAയുടെ ശ്രമഫലമായിട്ടാണ്. ആവശ്യമായ മരുന്നുകളും ഇതര സൗകര്യങ്ങളുമായി മികച്ച പരിചരണം ലഭ്യമാക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രം മണ്ഡലത്തിൻ്റെ മുതൽക്കൂട്ടാണ്.
ജില്ലാ ആയുർവേദ ആശുപത്രി അത് മലപ്പുറം ജില്ലയിൽ ഒന്നാണ് ഉള്ളത്. ഒരുപക്ഷെ ഒരു ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ ഒരു ജില്ലാ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമായിരിക്കും. എൻ്റെ നിയോജക മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ 3 വർഷം മുമ്പ് ഞാനത് കൊണ്ടുവന്നു. 50 രോഗികളെ കിടത്തിൽ ചികിത്സിക്കുവാൻ സൗകര്യമുള്ള ആശുപത്രിയാണത്. ഈ ബജറ്റിൽ അത് 100 പേരെ കിടത്തി ചികിത്സിക്കുവാനുള്ള ആശുപത്രിയാക്കി മാറ്റിയിരിക്കുകയാണ്.